ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു തുടങ്ങി. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ST ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ മെസ്സേജായിട്ടും മറ്റും വന്ന് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ വരാത്ത ആളുകളുടെ ചുരുക്കം ചില ആളുകളെ ഉള്ളൂ. അതായത് നമ്മൾ പെൻഷൻ കയ്യിൽ വാങ്ങിക്കുന്ന ആളുകളുടെ അത് ഈ പറഞ്ഞതുപോലെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നതിന് ശേഷം അവിടുത്തെ ജീവനക്കാർ അത് നമ്മുടെ കൈകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും. ഏതായാലും ഇത് വിതരണം തുടങ്ങിയ സ്ഥിതിക്ക് അതും താമസിയാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ 64 ലക്ഷം ഗുണഭോക്താക്കളാണ് ഈ പറഞ്ഞ നമ്മുടെ ക്ഷേമനിധി പെൻഷനിൽ ഉള്ളത്. അതിൽ 26 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക വിതരണം ചെയ്തിട്ടുള്ളത്. ഇതിനുവേണ്ടി 812 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ആയതുകൊണ്ട് നമ്മൾ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൈസ കൃത്യമായിട്ട് വന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ മസ്റ്ററിങ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയെല്ലാം കൃത്യമായിട്ട് കൊടുത്ത ആളുകൾക്കാണ് ഇത് മുടങ്ങാതെ പെൻഷൻ വരുന്നത്. അതുപോലെ തന്നെ 2025 പെൻഷൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയ ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ കിട്ടി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതമുണ്ട് ഈ പെൻഷനിൽ. അതുപോലെ 8.5 ലക്ഷം ആളുകൾക്ക് വേണ്ടി ഒരു നാഷണൽ സെക്യൂരിറ്റി പെൻഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഗഡുവും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താണ് ഈ പെൻഷൻ വരുന്നത്. അപ്പോൾ ആ പെൻഷൻ നേരത്തെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സർക്കാർ കൊടുക്കും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അത് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാരുമായിട്ട് കൂടി ചേർന്ന ആ ഒരു എമൗണ്ടും കൂടെയാണ് ഇപ്പോൾ നമ്മുടെ പെൻഷൻ തുകയായിട്ട് ലഭിക്കുന്ന ആദ്യ ഗഡുവായി 1600 രൂപ. തുക നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ബാങ്കിൽ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇത് വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള സെൻറ്ററുകളിൽ പോയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ഈ ക്ഷേമ പെൻഷൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫോൾട്ട് എന്താണെന്നും നിങ്ങളുടെ ബാങ്കിലേക്ക് തുക പോയിട്ടുണ്ടോ എന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇതെന്തുകൊണ്ടാണ് ഇത് ലഭിക്കാത്തത് എന്നുള്ള കാര്യം നോക്കി നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള പഞ്ചായത്തിലും മറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ പെൻഷൻ്റെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരിലും ഒന്ന് എത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.